നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം ആ കറിയുടെ ഒരു ഭംഗി കണ്ടില്ലേ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ബാക്കിയുള്ളത്. മുഴുവനായിട്ട് ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല, ഒരു 2-4 മീനാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. കാരണം ഇത് ഒരുപാടുണ്ട്. ഇവിടെ കഴിക്കാനാണെങ്കിൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഒരു 4 മീൻ ഞങ്ങൾ ഫ്രൈ പാനിലേക്ക് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഓരോ കഷ്ണത്തിൻ്റെയും വലിപ്പം നോക്കൂ. അപ്പോൾ തന്നെ ഈ കണ്ണൻ്റെ യഥാർത്ഥ വലിപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പാടത്ത് നിന്ന് അപ്രതീക്ഷിതമായി ഒരു അതിഥി വന്നിട്ടുണ്ട്. നല്ല തടിച്ചു കൊഴുത്ത ഒരു വരാൽ. ഞങ്ങൾ നാട്ടിൻപുറങ്ങളിൽ ഇതിനെ കണ്ണൻ എന്ന് പറയും. ഏകദേശം 2 കിലോയ്ക്കടുത്ത് തൂക്കമുണ്ട് ഇതിന്. പാടത്ത് നിന്ന് കിട്ടിയ മീനല്ലേ. നാടൻ വരാലിൻ്റെ ആ ഒരു പ്രത്യേക ഭംഗി ഇതിനുണ്ട്. ഇത് വെറുതെ കണ്ടിരുന്നാൽ പോരല്ലോ, നല്ല കിടിലൻ കറിയാക്കി മാറ്റേണ്ടേ. നാടൻ മസാലയിൽ വെച്ചൊരു വരാൽ കറി ആലോചിക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം നിറയുന്നുണ്ട്. കറി മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ 3/4 ഭാഗവും ഫ്രൈ ചെയ്യാനാണ് എടുക്കുന്നത്. അപ്പോൾ ഈ വരാലിനെ ഞാൻ ഇങ്ങ് എടുക്കുകയാണ് നേരെ അടുക്കളയിലേക്ക്. ഇതിനെ വൃത്തിയാക്കി സ്വാദിഷ്ടമായ കറിയാക്കി മാറ്റുന്ന വിശേഷങ്ങൾ നമുക്ക് കാണാം. ആദ്യം ഫ്രൈ ചെയ്യാനായി നമുക്ക് മസാല പുരട്ടി വയ്ക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുകൂടാതെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ അവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൊണ്ട് കറി വയ്ക്കാം. അതിനായി ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ഉടൻ തന്നെ ഞാനതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു സവോള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും 2 പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഞാനിതിലിട്ട് വഴറ്റുകയാണ്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു തക്കാളി ചേർക്കാം. ഇനി ഈ തക്കാളി കൂടി നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളിയും ഇവിടെ നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളിവെള്ളം കൂടുതൽ വേണം. കാരണം കായൽ മീനിലൊക്കെ കുറച്ച് പുളി കൂടുതലുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അടച്ചു വെക്കണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഇതിവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങളും തലയും ചേർത്താണ് ഞാനിത് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ചെറുതായിട്ടൊന്ന് ഇളക്കി വേവിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിക്കേണ്ടതുണ്ട്. 6-7 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് ഒന്ന് അടച്ചു വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. 6 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡിയായി. കറി നല്ല കുറുകി വന്നിട്ടുണ്ടായിരിക്കും. ഇത്തരം കറികളിലൊന്നും തേങ്ങ അരയ്ക്കാതെ ഇതുപോലെ മുളക് കറി വയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ കറി അത്യാവശ്യത്തിന് കൊഴുപ്പ് ഉള്ളത് തന്നെയാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ടൊരു 1/2 മണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇത്തരം കറികളെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം വിളമ്പുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി എന്താണെന്ന് മനസ്സിലാവുക. അപ്പോൾ ഇതിവിടെ ഒരു 1/2 മണിക്കൂർ നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം ആ കറിയുടെ ഒരു ഭംഗി കണ്ടില്ലേ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ബാക്കിയുള്ളത്. മുഴുവനായിട്ട് ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല, ഒരു 2-4 മീനാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. കാരണം ഇത് ഒരുപാടുണ്ട്. ഇവിടെ കഴിക്കാനാണെങ്കിൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഒരു 4 മീൻ ഞങ്ങൾ ഫ്രൈ പാനിലേക്ക് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഓരോ കഷ്ണത്തിൻ്റെയും വലിപ്പം നോക്കൂ. അപ്പോൾ തന്നെ ഈ കണ്ണൻ്റെ യഥാർത്ഥ വലിപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കണ്ണൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിക്കാനുള്ള പരിപാടി നോക്കാം. ഇപ്പോൾ കറി റെഡിയായി, കണ്ണൻ വറുത്തതും റെഡിയായി. അപ്പോൾ സുഹൃത്തുക്കളെ വന്നോളൂ, നമുക്ക് ഒരു പിടി പിടിക്കാം.